പല്ലിശല്യം കൂടുതലാണോ വീട്ടിൽ? എന്നിട്ടേ ഇതുപോലത്തെ സ്പ്രേ എടുത്ത് തളിച്ച് എലി ഓടുന്ന വിധം പോലും അറിയില്ല കേട്ടോ. അതേത് കണ്ടല്ലോ, ഞാൻ അടിച്ചിട്ട് അത് നിൽക്കുന്ന മൂലം കാണുന്നില്ലാത്തൊരവസ്ഥയാണ്. അതെ, നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു പല്ലിയുണ്ട്, ഇത് കണ്ടോ, അതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഇതിൻ്റെ ഈ ഒരു സ്മെല്ല് എന്താ വെച്ച് കഴിഞ്ഞാൽ എലി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറന്നു പോയി കളയും, അത് ഉറപ്പാണ്. അപ്പോൾ ഇത് വേഗം തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, വീട്ടിലെപ്പോഴും പല്ലിശല്യമാണല്ലേ. ചിലർക്ക് ഭയങ്കര പേടിയാണ് ഈ പല്ലിശല്യം. അപ്പോൾ പല്ലിശല്യം മാറ്റാനായിട്ടുള്ള ഉഗ്രൻ ഐഡിയ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കതിന് വെളുത്തുള്ളിയാണ് മെയിനായിട്ട് വേണ്ടത്. തോലൊന്നും കളയാൻ നിൽക്കേണ്ട. ഒരു വെളുത്തുള്ളി അല്ലി നമുക്കെടുക്കാം. അപ്പോൾ ഇതേ വെളുത്തുള്ളിയുടെ അല്ലി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്രയും മതി, കുറച്ചുണ്ടാക്കിയാൽ മതി, നിറയൊന്നും ആവശ്യമില്ല. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പം ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കണ്ടേ. അപ്പം ഞാനിവിടെ നല്ല ചൂട് കണ്ടോ, തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. ആവി പറക്കണമുണ്ടല്ലോ, നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കണം, എന്നാലേ ഗുണമുള്ളൂ. ആ ചൂട് വെള്ളത്തേക്ക് ഇത് വേഗം ഒന്ന് ഇട്ട് കൊടുക്കുക. ആ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വീണ്ടും ഇട്ട് തിളപ്പിക്കേണ്ടി വരും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഗ്രാമ്പൂ ഇല്ലേ, ഗ്രാമ്പൂ അതൊരു 3-4 എടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്ത ശേഷം ചതച്ചു കൊടുക്കുക. എന്നിട്ട് വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുക. പല്ലിശല്യം മാറാനായിട്ട് ബെസ്റ്റാണ്. ഇതുകൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇനി ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി വേണം. ഈ വെളുത്തുള്ളി ഇല്ലേ, വെളുത്തുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പല്ലിയുടെ മേത്ത് തട്ടുമ്പോൾ അവർക്ക് എരിയും. അതിൻ്റെ കൂടെ വിനീഗർ എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, ഇതിലിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. അതിലേക്ക് നമ്മൾക്കൊരു സ്പൂണെങ്കിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ അതിനൊരു റിസൾട്ട് കിട്ടുള്ളൂ. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ നന്നായി ശരിക്കും പറഞ്ഞാൽ ചൂട് വെള്ളത്തിലിട്ടതുകൊണ്ട് യോജിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് യോജിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ച ശേഷം ഓഫാക്കാം. ഞാനിത് നന്നായിട്ട് തിളപ്പിച്ചതാണ്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് സ്പ്രേ ബോട്ടിൽ അയക്കണോണ്ട് ചെയ്തത്. അരിച്ചെടുത്തില്ലെങ്കിൽ നോ പ്രോബ്ലം, ഒരു ഇഷ്യൂ ഇല്ല. ഇത് കാരണം സ്പ്രേ ബോട്ടിൽ അല്ലെങ്കിൽ അടഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. ലാസ്റ്റത്തുള്ളത് കൈ പൊള്ളും ശരിക്കും പറഞ്ഞാൽ അതെ ഇങ്ങനെ ഒന്ന് ഞെരടി കൊടുക്കുക. കാരണം കംപ്ലീറ്റ് ആ ഒരു ഫ്ലേവർ, ആ വിനീഗറും ആ ഒരു വെളുത്തുള്ളിയും എല്ലാത്തിൻ്റെയും മണം ഇതിലേക്ക് വരണം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ നമുക്കിത് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് നമുക്ക് നേരെ അതിൻ്റെ മേത്തേക്ക് തളിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ചൂടുണ്ട് കേട്ടോ, ഇത്രയും ചൂട് ആവശ്യമില്ല, നേരെ ഒരു ചൂടുണ്ട്. അപ്പം പല്ലി വരുന്ന സ്ഥലങ്ങളില്ലേ, അവിടെ നമുക്ക് ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കാം. അതായത് അവിടെ പല്ലിക്കാഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, ആ ഭാഗങ്ങൾ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇത് നോക്കിക്കേ, ഇവിടെ എല്ലാം പല്ലിക്കാഷ്ടങ്ങളാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതെ, അപ്പൊ ഇവിടെയൊക്കെ നമുക്കൊന്ന് പല്ലി വരാതിരിക്കാനായിട്ട് ചെയ്യാം. ഇനി പല്ലിയുടെ മേലെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇത് കണ്ടോ പല്ലി കണ്ടോ, അത് എവിടെ ഉണ്ട് പല്ലി, നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. അതെ കണ്ടോ, പല്ലിയുടെ കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കാണാൻ പറ്റാത്ത കളറ്. അപ്പോൾ അതേ പല്ലി ഇവിടെ ഉണ്ട് കേട്ടോ, ഓടി ഒളിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ തളിച്ചു കൊടുക്കാം. അതെ അപ്പോൾ ഇവിടെ പല്ലി ഉണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓടിക്കളിക്കുകയാണ് പല്ലി. വർഷത്തിൻ്റെ അവിടെയൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇതേ കണ്ടോ പല്ലി. അപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ പല്ലിക്കാഷ്ടത്തിൻ്റെ അവിടെയൊക്കെ അടിച്ചു കൊടുക്കുക. അപ്പോൾ പല്ലി ചത്തുപോകും. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ.